ഹലോ ഗൈസ്, അപ്പോൾ ഞാനിവിടെ പറയാൻ വന്നത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു നല്ലൊരു കാര്യം ഉണ്ടായതാണ്. വളരെ നാളുടെ ശ്രമത്തിന് ശേഷം നേരത്തെ വരേണ്ടതായിരുന്നു, എന്നാൽ ലേറ്റായി, എന്നാലും ഇപ്പോൾ അത് വന്നല്ലോ. വളരെ നല്ല കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഫിസിയോതെറാപ്പി പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്ന അലൈഡ് ഹെൽത്ത് കെയർ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഫിസിയോതെറാപ്പി മാത്രമല്ല, ഒക്യുപേഷൻ തെറാപ്പി, MLT. ഞാൻ ഫിസിയോതെറാപ്പി പ്രൊഫഷനിലായതുകൊണ്ട് ഞാൻ ഫിസിയോതെറാപ്പിയെക്കുറിച്ച് പറയുക. എന്ന് വെച്ചാൽ ഫിസിയോതെറാപ്പി പ്രൊഫഷനിൽ ഇനി തൊട്ട് നേരത്തെ ഡോക്ടർ എന്ന് യൂസ് ചെയ്യാവുന്ന ഡോക്ടർ എന്ന് നമുക്ക് പ്രിഫിക്സ് വെച്ച് പേരിന് മുമ്പ് വെച്ച് PT എന്നുള്ളത് സഫിക്സ് ആയിട്ട് വെക്കാം. അത് പോട്ടെ, അതിലും വലിയ കാര്യങ്ങൾ വേറെ ഉണ്ട്. നമ്മുടെ കരിക്കുലത്തിലും എല്ലാ മാറ്റങ്ങൾ വരുവാണ്. ഇനി ഇന്ത്യയിലുടനീളം ഒരു കരിക്കുലം ആയിരിക്കും ഫോളോ ചെയ്ത്. ഇപ്പോൾ പല യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി കുഹാസ് വേറെ ഒരെണ്ണമായിരുന്നു ഫോളോ ചെയ്തുകൊണ്ടിരുന്ന കരിക്കുലം. അതേപോലെ രാജീവ് ഗാന്ധി RGHS കർണാടകയുടെ അവിടെ വേറെ ആയിരുന്നു ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി എല്ലാവരും യൂണിഫൈഡ് സിലബസ് വരും. അതായത് ഇൻ്റർനാഷണൽ ബേസ്ഡ് ആയിട്ട് പഠിക്കാൻ പോകുന്നവർക്കൊക്കെ ഈസി ആവുന്ന രീതി ക്രെഡിറ്റ് സ്കോർ, ക്രെഡിറ്റ് അവേർഡ്സ്, അങ്ങനെ കുറേ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പുതിയ കരിക്കുലം മാത്രമേ അംഗീകരിച്ച് നിലവിൽ വന്നേക്കുന്നത്. ഇങ്ങനെ കുറേ സജഷൻസ് വന്നിട്ടുണ്ട്. നേരത്തെ വരേണ്ടതായിരുന്നു. വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത് ഈ ഇടയ്ക്കാണ്. പിന്നെ എന്താ ഇതിന് ഗുണമെന്ന് വെച്ചാൽ, നമ്മൾ കുറേ ആൾക്കാർ ഇതിന് ഇത്രയും നാൾ ഫൈറ്റ് ചെയ്ത് ഫിസിയോതെറാപ്പിയുടെ കാര്യത്തിൻ്റെ ഇത് റെഡിയാകാൻ വേണ്ടി. ഇതിൻ്റെ കരിക്കുലം ഇത്ര ഇതാക്കിക്കൊണ്ടും അതേപോലെ തന്നെ പ്രൊഫഷനെ ബിൽഡപ്പ് ചെയ്യാനും ബാക്കിയുള്ളവരുടെ മുമ്പിൽ നമ്മുടെ പ്രൊഫഷൻ്റെ നമുക്ക് നാഷണലായിട്ടൊരു കൗൺസിൽ വരിക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. വേറെ എല്ലാ രാജ്യത്തും പ്രത്യേക കൗൺസിലുണ്ട് ഫിസിയോതെറാപ്പിക്ക്. ഇപ്പോൾ കാനഡയാണെങ്കിൽ CAPR ഉണ്ട്, കനേഡിയൻ അസോസിയേഷൻ ഫിസിയോതെറാപ്പി. ഓസ്ട്രേലിയയ്ക്ക് ഉണ്ട്. അങ്ങനെ ഓരോ, ഇന്ത്യക്ക് മാത്രമേ നിലവില്ലാത്തത്. ഇപ്പോൾ പ്രൈവറ്റ് ആയിട്ടുള്ള ഇത് നമ്മുടെ അസോസിയേഷൻസ് മാത്രമുണ്ട്. ഇപ്പോൾ കൗൺസിലായിട്ട് വന്നേക്കുക NCHP, നാഷണൽ കൗൺസിൽ ഫോർ അലൈഡ് ഹെൽത്ത് കെയർ സെക്ടറിനായിട്ട് സെപ്പറേറ്റ്. ഇതിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. കാൻഡിഡേറ്റ്സ് എൻറോൾമെൻറ്റ് മാത്രമേ ഇപ്പോൾ നടക്കുന്നുള്ളൂ. ഞാൻ എൻറോൾമെൻറ്റ് ഓൾറെഡി ചെയ്തു. ആധാർ കാർഡും കുറച്ച് നമ്മുടെ സർട്ടിഫിക്കറ്റ്സും എല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം അപ്ലോഡ് ചെയ്ത് നമുക്ക് എൻറോൾ ചെയ്യാം. ഞാൻ ഓൾറെഡി 1 മന്ത് മുമ്പേ എൻറോൾമെൻറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും എൻറോൾമെൻറ്റ് ചെയ്യുക. അന്നേരം സ്റ്റേറ്റ് കൗൺസിൽ എല്ലായിടത്തും നിലവിൽ വന്നിട്ട്, കർണാടക മാത്രം വന്നെന്ന് തോന്നുന്നു, ബാക്കി എനിക്കറിയത്തില്ല. ബാക്കി ഓരോ കൗൺസിൽ സ്റ്റേറ്റ് ഫോം ആകുന്നതനുസരിച്ച് സ്റ്റേറ്റ് വെരിഫിക്കേഷൻ കൂടെ കഴിഞ്ഞ ശേഷം നമുക്ക് രജിസ്ട്രിയിൽ എൻ്ററായി നമുക്ക് രജിസ്ട്രേഷൻ കിട്ടും. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്കും ബാധകമാണ്. നമുക്കതനുസരിച്ച് നീങ്ങാം. നമ്മുടെ കൗൺസിൽ പറയുന്നത് IMA പോലെയുള്ള കൗൺസിലൊന്നും കേൾക്കേണ്ട ആവശ്യം നമുക്കില്ല. നമുക്ക് നമ്മുടെ സ്വന്തമായ കൗൺസിലുണ്ട്. കൗൺസിൽ വന്ന് നമുക്ക് അതനുസരിച്ചുള്ള ആനുകൂല്യങ്ങൾ അതിൽ നിന്ന് നമുക്ക് കൗൺസിലിൽ നിന്ന് കിട്ടും. നമ്മുടെ സാലറി കാര്യങ്ങളെല്ലാം കുറവാണ്. അതിലും ഇനിയൊരു മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഈ ഇടയ്ക്ക് വന്ന് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ഇനി ഇങ്ങനത്തെ പല പല മാറ്റങ്ങൾ വരട്ടെ ഫിസിയോതെറാപ്പി സെക്ടറിൽ എന്ന് വിചാരിക്കുന്നു.